വിശ്വനാഥ് ആൻഡ് സൺസ് സിനിമയുടെ ഒരു ടീസർ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഇറക്കിവിട്ടായിരുന്നു. ടീസർ ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ് ഈ ഒരു ടീസർ. സൂര്യയുടെ ഒരു മികച്ച ഒരു പടം ആകും എന്നാണ് തോന്നുന്നത്. വിരോധികൾ ആരും കയറി ഇതിനൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ സിനിമ ബിക്കം എ മോർ ഹിറ്റ്. മമിത ബൈജു ആണ് മറ്റൊരു ലീഡിങ് ഫാക്ടർ. കൂടെ രാധിക ശരത് കുമാർ ഒരു റോൾ ചെയ്യുന്നുണ്ട്. ടീസർ ഒരു ക്ലീൻ ഫാമിലി പ്ലസ് മാസ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറി വന്നൊരു സിനിമയാണ് ഈ ഒരു വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ ഒരു സിനിമ. മികച്ച ഒരു ഫീൽ ഗുഡ് എന്ന് തോന്നിക്കുന്ന രീതിക്കാണ് ഈ ഒരു സിനിമ റെഡിയാക്കി വച്ചിരിക്കുന്നത്. സൂര്യ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ സംവിധായകനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നത്. മമിത ബൈജുവിൻ്റെ ചില മാനർസങ്ങളൊക്കെ സിനിമയ്ക്ക് ഒരു എനർജറ്റിക് ഫാക്ടറായിട്ട് മാറുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ബേസിക്കായിട്ടുള്ളൊരു തീം ഈ സിനിമയിൽ പറയുന്നുണ്ട്. 40 വയസ്സുള്ള ഒരു ആളും 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഒരു ടീസർ പുറത്തിറക്കിയത്. മറ്റ് അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വെൻകി അറ്റ്ലൂരി എന്നൊരാളാണ് ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്യുന്ന. GV പ്രകാശ് കുമാറാണ് മ്യൂസിക് കമ്പോസിഷൻ ചെയ്യുന്ന. ഇടവിട്ട് വരുന്ന 2-3 BGM സോങ്സിൻ്റെയൊക്കെ ഒരു ലൈൻസൊക്കെ ആയിട്ട് സമയത്ത് GV പ്രകാശ് കുമാറിന് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇതിലുണ്ടെന്നാണ് പറയേണ്ടത്. മമിത ബൈജുവിൻ്റെ ഒരു ക്യൂട്ട് ഓവർലോഡിങ് സംഭവങ്ങൾ ഫാക്ടറൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ക്യാരക്ടർ ബേസായിട്ട് വർക്കൗട്ടായി വരുമെന്ന് തന്നെയാണ് എനിക്കൊരു വിശ്വാസവും കാര്യങ്ങളെല്ലാം. സൂര്യ ആ ഒരു ഗെറ്റപ്പ് കാര്യങ്ങളെ കണ്ട സമയത്ത് ഒരു 40 വയസ്സുള്ള ഒരു ആൾ റിയൽ ലൈഫിൽ എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത്യാവശ്യം കോമഡിക്കൊക്കെ പ്രാധാന്യം കൂടുതലുണ്ട്. ഗെറ്റപ്പ് ബേസ് സൂര്യ ആ 40 വയസ്സായിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഏത് രീതിക്കും ഒരു നെഗറ്റിവിറ്റിയോ ഹെയ്റ്റ് ക്യാമ്പയിനോ ഫാൻസ് ഫൈറ്റോ ഒന്നുമില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാതിരുന്ന വളരെ നല്ലൊരു സിനിമയായിട്ട് ഇത് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അധികം പ്രമോഷൻസോ അല്ലെങ്കിൽ അധികം പബ്ലിസിറ്റിയോ ഒന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമ വന്നേക്കുന്നത്. സോ ആ ഒരു കാര്യം കൊണ്ട് മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമയുടെ ടീസറിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ. മികച്ച ഒരു പടം, ഫാമിലി ബേസ്ഡ് മൂവി, ഫീൽ ഗുഡ് മൂവി, പെർഫോമൻസ് ലെവൽ, ആക്ടിങ്, മികച്ച സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ വന്ന് മികച്ച സോങ്, അങ്ങനെയൊക്കെ ഉള്ളൊരു പടം. ആരും കയറി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ ഒരു വാരിസിനൊക്കെ ശേഷവും ഒരു നല്ലൊരു ഫീൽ ഗുഡ് സിനിമ ഫാമിലി സബ്ജക്റ്റ് കാണാൻ പറ്റും. ഇതാണ് ഈ ടീസർ എനിക്ക് പറയുള്ളൂ. ഇത്ര പറയുള്ളൂ.